Respected Vaina Sharat Chandra Verma, poet and film lyricist, Ms. MP Dinesh Sir, IPS, MD KSRTC, KV Sudhakaran Sir, Kerala State Information Commissioner, Mrs. Nirmala Dinesh, Chairperson, Karma Charitable Trust Palakkad, Mr. Joseph Sebastian, President, Press Club Kottayam, Dr. Zachariah Tamarasheri, CMO, NSS Hospital, Kallachal, Mr. Raju Anakar, Editor, Digital Malayali, Online, Mrs. Annama Groups പ്രസിദ്ധീകരിക്കുന്ന സ്വിറ്റ്സർലൻഡ് പ്രവാസി മലയാളി എഴുത്തുകാരി പാമ്പാടി പങ്കട ആൻസ് ഓർഗാനിക് ഫാമിന്റെ എംഡിയുമായ ശ്രീമതി അന്നമ്മ ട്രൂബിന്റെ ലേഖന സമാഹാരമായ വൈ ഐ ആം ആൻ ഓർഗാനിക് ഫാമർ എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും ബഹുമാന സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. കോട്ടയം ജില്ലയിലെ പങ്കടയിലാണ് ശ്രീമതി അന്നമ്മ ട്രൂബിന്റെ ജനനം. പങ്കട ഗവൺമെന്റ് LP സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. വെള്ളൂർ PGM HSൽ നിന്നും ഹൈസ്കൂൾ പഠനവും കോട്ടയം DCM കോളേജിൽ നിന്നും പ്രീ ഡിഗ്രിയും പാസ്സായി. ജർമ്മനിയിൽ നഴ്സിംഗ് പഠനം പൂർത്തീകരിച്ചതിന് ശേഷം സ്വിറ്റ്സർലൻഡിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഹെഡ് നഴ്സായി സേവനമനുഷ്ഠിച്ചു. ശ്രീമതി അന്നമ്മ ട്രൂബിന്റെ മകൻ തോമസ് മോഹൻ സ്വിറ്റ്സർലൻഡിലെ ഗ്രാമവികസന വകുപ്പ് മന്ത്രി കൂടിയാണ്. എന്റെ ഹാനസ് അണയാത്ത സ്നേഹവിളക്ക് മലയാളം, ഇംഗ്ലീഷ്, ജർമ്മൻ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചു. 2018 ദ സീക്രട്ട് ഓഫ് മൈ ഹാപ്പിനെസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാന്നിധ്യം വഹിക്കുന്ന വ്യക്തിയാണ് അന്നമ്മ ട്രൂബ്. സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീമതി അന്നമ്മ ട്രൂബിനെ ക്ഷണിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ മൂന്നാമത്തെ പുസ്തകമാണ് വൈ ഐ ആം ആൻ ഓർഗാനിക് ഫാർമർ. ഞങ്ങളുടെ എന്റെയും ഭർത്താവ് ആനസിന്റെയും 40ാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ചത്. ആനസ് ട്രൂബും ഞാനുമായിട്ടുള്ള ജീവിതത്തിൽ നിന്നും പങ്കുവച്ച ആശയങ്ങളിൽ നിന്നും രൂപപ്പെട്ട ചിന്താഗതിയിൽ നിന്നും ആണ് ഈ പുസ്തകം എഴുതുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. 50 വർഷക്കാലം സ്വിറ്റ്സർലൻഡിൽ ജീവിച്ച ഞാൻ ആ രാജ്യത്തെ വികസന പ്രവർത്തികൾ എത്ര ശരവേഗമാണ് മുന്നോട്ട് പോകുന്നതെന്ന് കണ്ട് അത്ഭുതപ്പെട്ടു. After the Second World War, സ്വിറ്റ്സർലൻഡ് വളരെ തകർന്നടിഞ്ഞു പോയിരുന്നു. അതിനുശേഷം അവർ വളരെയധികം ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ എന്താണ്? Reasonable. Vernunft is in Swiss, German word, but ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഒരു ബോധവൽക്കരണം. ആ ബോധവൽക്കരണത്തിൽ കൂടിയും ഒരു രാജ്യത്തിന്റെ ഏകോപനത്തിൽ കൂടിയും ജനങ്ങളും രാഷ്ട്രീയവും എല്ലാ വ്യക്തികളും കൂടി ഉള്ള ഏകോപനവും നിരന്തരമായ പരിശ്രമത്തിന്റെയും റിസൾട്ടാണ് ഇന്ന് സ്വിറ്റ്സർലൻഡ്, ആ ചെറിയ രാജ്യമായ സ്വിറ്റ്സർലൻഡ് ഇന്ന് അന്തരാഷ്ട്രത്തിൽ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായി മികച്ചു നിൽക്കുന്നത്. ആ രാജ്യത്തിന്റെ വികസന പ്രക്രിയകളെ നമ്മുടെ ഇന്ത്യയും കേരളം താരതമ്യം ചെയ്യുമ്പോൾ ഉള്ള ആ പിന്നോക്കം ഈ രണ്ട് രാജ്യങ്ങളിലെയും വികസനങ്ങൾ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോഴാണ് ആ വികസനത്തിന്റെ ആ പിന്നോക്കാവസ്ഥ നമ്മൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്. അത് ആ രാഷ്ട്രത്തെ പോലെ വികസനം നമ്മൾ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും സാധിക്കുമെന്നും അതിന് നമ്മൾ വളരെയധികം ഇനിയും വിദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അത് ഒത്തൊരുമയിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. ഒത്തൊരുമയും
അത് ഈ എല്ലാ കലാപങ്ങളും മത രാഷ്ട്രീയ കലാപങ്ങൾ മാറ്റിവെച്ചിട്ട് രാജ്യത്തിന്റെ പുരോഗമനത്തിലേക്ക് നമ്മൾ കുതിക്കുകയാണെങ്കിൽ പുരോഗമനത്തെ ലക്ഷ്യമിട്ട് നമുക്ക് എപ്പോഴും ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ആ ഗോളിലേക്ക് നമ്മൾ പ്രവർത്തിച്ചാൽ ഇത് ഇന്ത്യയിലും കേരളത്തിലും നമുക്ക് സാധ്യമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്റെ പുസ്തകത്തിൽ 10 ലേഖനങ്ങളാണുള്ളത്. ആദ്യത്തെ ലേഖനം വൈയമ്മന ഓർഗാനിക് ഫാർമർ. നമ്മൾ ജൈവ കൃഷികളിലേക്ക് തിരിച്ചു നോക്കണം എന്നുള്ള ആശയത്തിലാണ് ഈ ലേഖനം ഞാൻ അവതരിപ്പിച്ചത്. നമ്മൾ മാരക രോഗങ്ങളിൽ വീർപ്പുമുട്ടി നിൽക്കുന്ന കേരളത്തിൽ വേറെ ഒരു വഴിയും ഈ ആരോഗ്യത്തിന് വേണ്ടി ഇല്ല എന്നുള്ളതിനുള്ള ഒരു എന്റെ ഓരോ വ്യക്തിയും ഇതിൽ പങ്കാളികളാകണം. ഞാൻ ഒരു രാജ്യത്തിന്റെ വികസനത്തിൽ ഓരോ വ്യക്തിയും പങ്കാളികളായെങ്കിൽ മാത്രമേ അത് ശാശ്വതമാകുമല്ലോ. ഐ തോട്ട് ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നതിൽ ഈ ഇന്ത്യയിൽ ജനിച്ച ഓരോ വ്യക്തിയും ഇതിന് ഉത്തരം പറയില്ല. അല്ലാതെ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞു ഇവരെയും കുറ്റം പറയുകയല്ല. നമ്മൾ അവാർഡ് മേടിക്കുന്ന ഓരോറ്റ സംഗതിയോടെ ഈ ഇന്ത്യയില് എല്ലാവരും കണ്ണു തുറക്കേണ്ടതായിട്ടുള്ള അവസരങ്ങൾ വളരെയേറെ വൈകിക്കഴിഞ്ഞു. മാലിന്യ കൂമ്പാരങ്ങളുടെ എവിടെയെങ്കിലും അവാർഡ് കിട്ടുന്നുവെങ്കിൽ അത് കേരളത്തിന് കിട്ടും എന്നതിന് യാതൊരു സംശയവുമില്ല. അല്ലാതെ ഇത്രയും കോടി ജനങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോഴും ഇന്ന് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് ഡൽഹിയിൽ ശ്വാസം വലിക്കുവാനില്ല, ശ്വാസം കിട്ടുന്നില്ല, ആർക്കും ഓക്സിജൻ ഇല്ല, സൗണ്ട് ഇല്ല. എന്തുകൊണ്ട്? എന്നാൽ പോലും മാലിന്യം വലിച്ചെറിയുവാൻ യാതൊരു മടിയുമില്ല. അവിടെയാണ് നമ്മളെല്ലാവരും തിരിഞ്ഞു നോക്കേണ്ടത്. ഒരു 30 വർഷത്തിന് മുമ്പ് സ്വിറ്റ്സർലൻഡിൽ ഇതുപോലെയായിരുന്നു. ടൗൺ എല്ലാം വളരെ വളരെ പുകയും. ഡൽഹിയിലെ സ്ഥിതി വന്നു. അവിടെ വണ്ടികൾക്കൊന്നും കറ്റാലിസാറ്റർ ഇല്ല. അവർ റിയാക്ഷൻ ചെയ്തു. ഒരു 20 വർഷം മുമ്പ് ഇവരെല്ലാം പ്ലാൻ ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് സ്വിറ്റ്സർലൻഡ് എല്ലാ വികസനത്തിലും അതുപോലെ തന്നെ വളരെ മുന്നോട്ടാണ്. ഇവിടെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ പോലും ഒരു റിയാക്ഷനും ഇല്ല. അവിടെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് നമ്മുടെ ഈ ജനത, ഈ ജനറേഷൻ ആണ്. ഈ ജനറേഷൻ ഇത് ടൈം പാസ് away. We have no time to waste. നമ്മൾ ഓരോരുത്തരും, ഞാൻ 34 വർഷം നേഴ്സായി ജോലി ചെയ്തു. ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് ഞാൻ കണ്ടു. വളരെ ഒറ്റ കാർച്ചയിലൂടെയാണ് ആ ജീവൻ പുറത്തു വരുന്നത്. അതുപോലെ തന്നെയാണ് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒരു പെട്ടിക്ക് അതൊക്കെ കൂട്ടിയിടുക അല്ലെങ്കിൽ എങ്ങനെയാണ്. നമ്മൾക്ക് ജീവിക്കാൻ വളരെ കുറച്ച് മാത്രമേ വർഷങ്ങളുള്ളൂ. ജനിച്ചു വീഴുന്ന അവിടെ തുടങ്ങണം സ്നേഹം. ആരാണ് അതിന്റെ ഉത്തരവാദി? അവരുടെ മാതാപിതാക്കൾ മക്കൾക്ക് സ്നേഹം കൊടുക്കണം. സ്നേഹത്തിൽ നിന്നും മാത്രമേ വികസനം ഉദിക്കുകയുള്ളൂ. അത് തുടങ്ങേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും അടുത്ത് നിന്നും. ഒരാളെ സ്വയം സ്നേഹിച്ചെങ്കിൽ മാത്രമേ മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റുമെന്നുള്ളതിന് എനിക്ക് വളരെ വിശ്വാസമുണ്ട്. അത് അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം പാലക്കാട് ഒരു കുട്ടി മരിച്ചു. ഒരു കുട്ടി അത് കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടിയെ കൂടി ആരും രക്ഷിച്ചില്ല. അത് അടുത്തുള്ളവരെല്ലാം നോക്കി കണ്ട് അത് അവരുടെ കൊച്ചല്ലേ, എനിക്കെന്താണ് ഇങ്ങനെ കണ്ണുപടിച്ച്. ഇന്ന് കേരളീയർ കണ്ണു തുറന്നില്ലെങ്കിൽ ഇല്ലത്തെ സ്ഥിതി ഈ ജനറേഷൻ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഇത് കണ്ടു നിൽക്കുമ്പോൾ എന്റെ മകൻ, എന്റെ ഫാമിലി
ഇവിടെ വരുന്നില്ല. ഞാൻ ഈ ചെയ്യുന്നതെല്ലാം എന്റെ ഒരു പങ്കാളിത്തം, ഒരു വികസനത്തിന്റെ പങ്കാളിത്തം ഈ നാടിനെ അർപ്പിക്കുക എന്നുള്ളതാണ്. അത് 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 അതിൽ നിന്നാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇവിടുത്തെ കൊലപാതകങ്ങളും ഇതെല്ലാം കണ്ട് വളരെ ഞെട്ടിയ സ്ഥിതിയിൽ ആണ് ഇങ്ങനെ റിയാക്ഷൻ വരുന്നത്. എന്റെ പുസ്തക പ്രകാശനത്തിനായി ഇവിടെ എത്തിച്ചേർന്ന യശസ്ശരീരനായ ശ്രീ വയലാർ രാമവർമ്മയുടെ പ്രിയപുത്രൻ ശരത് ചന്ദ്രവർമ്മ ഇവിടെ എൻ്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാനെത്തിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. വയലാർ രാമവർമ്മ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ ഒരു പ്രചോദനം നൽകിയ ആളാണ്. വിവാഹം പെണ്ണ് കണ്ടതിന് ശേഷം പെണ്ണിനെ പറ്റി കെട്ടുന്നതിനൊക്കെ പറയുന്നവര്, അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ജീവിതം സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് ജീവിതം ആകർഷകമാകുന്നത് എന്ന് പോലോ പറഞ്ഞ പോലെ അങ്ങനെ ബാല്യത്തിൽ പുസ്തകം ചേർത്തിട്ടുണ്ട്. അതിനുവേണ്ടി ജീവിതത്തെ ആകർഷകമാക്കാൻ, അല്ലെങ്കിൽ ജീവിതം ഒരു ഓർഗാനിക് ഫാമിംഗ് ആണ് എന്ന ചിന്ത മനസ്സിലുള്ള, ഹരിതമാകണം ജീവിതം എന്ന ചിന്ത മനസ്സിലുള്ള രീതിയിൽ പ്രിയപ്പെട്ട എൻ്റെ എല്ലാ ബഹുമാനപ്പെട്ട സുധാകരൻ ഉൾപ്പെടെയുള്ള എല്ലാവരും, ഒപ്പം സദസ്സിലെ പ്രിയമുള്ളവരെ, കണ്ണിന് കൂടുതൽ കാഴ്ചയും കാതിന് കൂടുതൽ കേൾവിയും തൊലികയ്ക്ക് കൂടുതൽ ശക്തിയും ഒക്കെയുള്ള മാധ്യമപ്രവർത്തകർ, ഈ ഒരു ചടങ്ങിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇത് മുഴുവൻ ഹരിതമാണ്. എന്താ വെച്ചാല് പങ്ങട എന്ന് പറഞ്ഞാൽ തന്നെ, പങ്ങ് എന്ന് വെച്ചാൽ ഭംഗി എന്ന അർത്ഥം, അടയ്ക്ക് ഇല എന്നൊരു അർത്ഥം. ഭംഗിയുള്ള ഇലകളുള്ള ഒരിടം പങ്ങട. അവിടെ വയലിനുണ്ട്. അത് ഇറക്കുന്നയാളുടെ പേര് അന്നമ്മ എന്ന് പറയുമ്പോൾ തന്നെ അന്നത്തിന്റെ അമ്മയായി, അപ്പൊ ആഹാരമായി. അന്ന ട്രൂബ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ വായിച്ച് മനസ്സിലാക്കി ശരിയോ തെറ്റൊന്നുമില്ല. ഒരു ഫാമിംഗ് കുലത്തൊഴിലായിട്ട് എടുത്തിരിക്കുന്ന ഒരു സർനെയിമുള്ള കുടുംബമാണ് ട്രൂബ്. ഒരുപക്ഷെ അദ്ദേഹം അതിൻ്റെ അംഗമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇവർ തമ്മിൽ ഈ ഇത്രയും കാലത്തെ ഒരു പരിചയം ബന്ധമുണ്ട്, അവർ ഒന്നിച്ച് വരുന്നു. അങ്ങനെ ആകാം. അത് മാത്രമല്ല, ഇറക്കുന്ന പുസ്തകം പിന്നെ രാജുവിൻ്റെ ഇതിൻ്റെ പേര് പച്ചില. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ആകെ ഒരു ഹരിത ഭംഗി ഈ പുസ്തകത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ജാതകം എഴുതുമ്പോൾ തന്നെ എല്ലാം തന്നെ അതിന്റെ പേരിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശരിക്കും കൂടുതലായിട്ടും പറഞ്ഞു, എനിക്ക് അച്ഛൻ്റെ ഒരു പാട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നുണ്ടെന്ന്. ഒരു കാര്യം സത്യം, ജീവിതം എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് ഫാമിംഗ് തന്നെയാണ്. വയലാർ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഏറ്റവും ഒരു കാര്യം, നിനക്ക് 6 ഋതുക്കളെ കാണണമെങ്കിൽ 1 വർഷം കാത്തിരിക്കണം. 2 മാസം വസന്തം, 2 മാസം ഗ്രീഷ്മം, 2 മാസം വർഷം, 2 മാസം ശരത്കാലം, 2 മാസം ഹേമന്തം, 2 മാസം ശിശിരം. ഇങ്ങനെ അത്രയും 1 വർഷം കാത്തിരുന്നാലേ പ്രകൃതി എന്ന സ്ത്രീയുടെ ഈ 6 ഭാവങ്ങളും നിനക്ക് അറിയാൻ കഴിയും. പക്ഷേ അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് നിന്റെ കയ്യിലേക്ക് എത്തുന്ന നിന്റെ ഭാര്യ. അവളിലൂടെ നീ പ്രകൃതിയെ പഠിക്കുക. അച്ഛൻ അവസാന കാലത്ത് പറഞ്ഞൊരു ഉപദേശം, അവളിലുണ്ട് വസന്തം, അവളിലുണ്ട് ഗ്രീഷ്മം വേനൽ, അവളിലുണ്ട് വർഷം, അവളിലുണ്ട് ആലസ്യത്തിന് ശരത്കാലം, അവളിലുണ്ട് വിളവിൻ്റെ ഹേമന്തകാലം, അവളിലുണ്ട് ശിശിരകാലത്തിന് തണുപ്പ്. നിനക്കിത് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു നല്ല കർഷകനാൻ സാധിക്കും. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് കൂടുതൽ വേറെ കുറച്ചുകൂടെ അടുപ്പം തോന്നി. തമ്മിൽ പരിചാതിയായിട്ട് കാണുകയാണ്. 1975 ഇവരുടെ കല്യാണത്തിന് ഇവരുടെ ആദ്യത്തെ പ്രണയം ആരംഭിക്കുന്നത് 1975 ഒക്ടോബറിലാണ്. അന്നാണ് ആ മാസമാണ് വയലാർ ഭരിക്കുന്നത്. അതൊന്ന് യാദൃശ്യമായിട്ട് തോന്നിയത്. 77 ആദ്യമായിട്ട് ക്രിസ്മസ് രാത്രി
ആഘോഷിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അന്ന് അടിയന്തരാവസ്ഥ കഴിഞ്ഞ സമയം, നല്ല ക്രിസ്മസിൻ്റെ ആരംഭം. മാത്രമല്ല 79-ലാണ് കല്യാണം കഴിച്ചത്. എനിക്ക് ഏക ആശ്വാസം, എൻ്റെ മകൾക്ക് 25 വയസ്സായി. ആദ്യം ഉണ്ടാവില്ല ഏത് ആശ്വാസമെങ്കിലും 25 വയസ്സിൽ പെൺകുട്ടി വീട്ടിൽ നിൽക്കുക. അപ്പുറം ശ്രീമതി അന്നയ്ക്ക് 31 വയസ്സിൽ കെട്ടാം. അപ്പൊ അതുകൊണ്ട് മകൾക്ക് പ്രായമായില്ല എന്നൊരു ആശ്വാസം ആ പുസ്തകത്തിന്റെ പ്രണയത്തിന് മുമ്പുള്ള അവസാനത്തെ ക്രിസ്മസ് രാത്രി. കാലത്ത് പൂവിട്ട കുമ്പള വള്ളിക്ക് കമ്മല് നൽകുന്ന വെയിലാണ് കമ്മൽ കൊടുക്കുന്നത്. ഓർഗാനിക് തന്നെയത്, കൃത്രിമ ഇതല്ല. ഞാൻ നട്ട വയറിന് വിരലിടാനൊരു വൈഡൂര്യം മുതൽ തന്നേരും. അപ്പൊ എന്ന് പറയാൻ എല്ലാത്തിനും പ്രകൃതിയായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഒരു ഫാമിംഗ് നടക്കുന്നത് അവിടെ. അതേപോലെയാണ് കുന്നത്തെ പള്ളിയിൽ കോടിയുമായി വന്ന് കുരിശു വരയ്ക്ക് ഉഷസേ. വിശ്വാസമാണ്. വിശ്വാസം വെച്ചാൽ നമ്മള് വിശ്വാസത്തിന് കിട്ടുന്ന ഉടനെ മതത്തിലേക്ക് പോകില്ല. വിശുദ്ധമായ ശ്വാസമാണ് വിശ്വാസം. ശ്വാസം വിശുദ്ധമായാൽ വിശ്വാസം നന്നാകും. അതിപ്പോ ഏതാണെങ്കിലും പ്രാർത്ഥന. അപ്പം പൊന്നിന്റെ കുന്നത്തെ പള്ളിയിൽ കോടിയുമായി വന്ന് കുരിശു വരയ്ക്ക് ഉഷസേ. പൊന്നിന്റെ ഇഴകൊണ്ട് പുറഞ്ചട്ട ചാർത്തിയ പ്രാർത്ഥന പുസ്തകം തന്നെ പോകും. പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കാലഘട്ടത് ദേവാലയമായിട്ട് ബന്ധപ്പെട്ട നല്ല പ്രാണന്റെ അർത്ഥനയാണ് പ്രാർത്ഥന. അർത്ഥനയ്ക്ക് റിക്വസ്റ്റ്. പ്രണയം ഒരു അർത്ഥനയാണ്. പ്രാണന്റെ അർത്ഥനല്ലേ പ്രണയം. ഒരു റിക്വസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ, അല്ലാണ്ട് മതമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോ വീട് വന്നു, നാട് വന്നു, വീട് വന്നു, പച്ചക്കറി വന്നു, ഒരു വിശുദ്ധിയുടെ ശ്വാസം വന്നു. അതാണ് ഉദ്ദേശിക്കുന്നതാണ്. പിന്നെ വരുന്നത് വെള്ളിലക്കുമ്പിളിൽ പാലുമായി ഇന്നലെ തുള്ളി നടന്ന നിലാവേ, ദാഹിച്ച് തളരുമൻ പുരുഷന് നൽകുവാൻ നാഴൂരി പാൽ കൂടി തന്നേപ്പോ എന്ന് പറയുമ്പോൾ ഇവരുടെ കുടുംബം വരുന്നേ. ഇപ്പൊ നമ്മൾ പറയുന്നവർ ഇപ്പൊ പണ്ട് ചോദിക്കും വെജാണോ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ ചോദിക്കും. ഇപ്പൊ ചോദിക്കാൻ അങ്ങനെയല്ല, ശവം തീനിയാണോ വിഷം തീനിയാണോ, അങ്ങനെയായി കാര്യങ്ങൾ. അപ്പൊ അതിനെ മറികടക്കുക. ശവവും വേണ്ട വിഷവും വേണ്ടാത്ത ജീവനുള്ള വസ്തുക്കളെ തന്നെ പങ്കെടുപ്പിച്ച് അതിൻ്റെ ഊർജം കിട്ടുന്ന ഒരു ജീവിതം നമുക്ക് ഉണ്ടാകട്ടെ. അതാവട്ടെ നമ്മുടെ ജീവിത കൃഷി, അല്ലെങ്കിൽ ജൈവ കർഷക ചിന്ത. അങ്ങനെ ആവട്ടെ പ്രാർത്ഥനയോടെ എല്ലാവരുടെയും അനുഭവത്തോടെ ഈ പുസ്തകം വായിക്കാമെന്നോട്ടെ നിങ്ങളുടെയൊക്കെ അനുഭവത്തോടെ പ്രകാശിപ്പിക്കുന്നതായി ഞാൻ അറിയിക്കുന്നു. പ്രിയപ്പെട്ട സമയം കുറവായതുകൊണ്ട് നമ്മൾ താമസിച്ചാണ് പോയതെന്നുള്ളത് ഞാൻ കൂടുതലായിട്ട് പുസ്തക പടിയേക്ക് കടക്കുന്നില്ല. ഏതാണ്ട് ശ്രീമതി അന്നമ്മ ട്രൂബ് അവർ തന്നെ പുസ്തകത്തെ പറ്റി ഒരു ചെറിയ വിവരണം നിങ്ങൾക്ക് നൽകി കഴിഞ്ഞു. എങ്കിലും ഞാൻ എഴുതി ചെയ്ത ഒരു പുസ്തകം എന്ന നിലയിൽ എനിക്ക് ഈ പുസ്തകത്തോടൊരു വൈകാരികമായ ഒരു അടുപ്പമുണ്ട്, ബന്ധമുണ്ട്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ വളരെ ചുരുക്കി പ്രതിപാദിച്ചതിന് ശേഷം ഞാൻ എൻ്റെ കത്തുകൾ നിന്ന് വിരമിക്കാം. അന്നമ്മ ട്രൂബ് അതുപോലെ തന്നെ അവർ എഴുതിയ ഒരു 10 ലേഖനങ്ങളുടെ സമാഹാരമാണ്. അപ്പൊ അതിന്റെ തുടക്കം തന്നെ വൈ ഐ ആം ആൻ ഓർഗാനിക് ഫാമർ. അപ്പൊ അതിന്റെ ഒരു വലിയ അത് വളരെ എഴുതിയിരിക്കുന്ന വളരെ ഭാവാത്മകമായിട്ടാണ് പുള്ളിക്കാരി ആ കഥ എഴുതിയിരിക്കുന്നത്. കാരണം അന്നമ്മയുടെയും ഹാൻഡസിന്റെയും ഒരു ഹാൻഡസ് പറഞ്ഞാൽ ജർമ്മനിയിലെ ഒരു വലിയ ജേർണലിസ്റ്റായിരുന്നു. ജർമ്മൻ പത്രത്തിന്റെ ജേർണലിസ്റ്റായിരുന്നു. ദീർഘകാലം വളരെ സീനിയറായ ഒരു പത്രപ്രവർത്തനായിരുന്നു. ഏതാണ്ട് ലോകം മുഴുവൻ തന്നെ സഞ്ചരിച്ച ആളായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ ഈ അന്നമ്മയെ കാണുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇന്ത്യയെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങൾ. അദ്ദേഹം ഈ രാജ്യങ്ങളെല്ലാം സന്ദർശിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറയുമായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഇന്ത്യ കൊച്ചു കേരളമായിരുന്നു. അപ്പോൾ റിട്ടയർമെന്റിന് ശേഷം കേരളത്തിൽ വന്ന് ജീവിക്കണം, ഓർഗാനിക് കൃഷി നടത്തണം, ഒരുപാട് പശുക്കളൊക്കെയുള്ള ഫാം നടത്തണം. അങ്ങനെ ഈ നാട്ടുപുറത്തുകാരനായിട്ട് നടക്കണം, ലുങ്കിയെ കൊടുത്ത്. അപ്പൊ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടാണ് അദ്ദേഹത്തിന് അതൊന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ആ ഒരു പൂർത്തീകരണമാണ് അന്നമ്മയിലൂടെ അദ്ദേഹം ഈ ഓർഗാനിക് ഫാം ഒരു വലിയ സന്ദേശം തന്റെ ഗ്രാമത്തിൽ അദ്ദേഹം അന്നമ്മയിലൂടെ അദ്ദേഹം നടപ്പിലാക്കി. അങ്ങനെ അന്നമ്മ ഒരുപാട് ത്യാഗം അനുഷ്ഠിച്ച് പിന്നെ അദ്ദേഹത്തിന്റെ മരണശേഷം ആകസ്മികമായ ഒരു മരണശേഷം അന്നമ്മയുടെ എത്തുമ്പോൾ വളരെ നിരാശകരമായ ഒരു ജീവിതം, ഒറ്റപ്പെട്ട അനുഭവങ്ങൾ. അപ്പൊ അവിടുന്ന് പടിപടിയായി അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ചിന്തകളിലൂടെ അന്നമ്മ സഞ്ചരിച്ചാണ് ഈ ഓർഗാനിക് ഫാം വളർത്തിയെടുത്തത്. അതിന് ശരത്ചന്ദ്രവർമ്മയെ പറ്റി പറയുമ്പോൾ കോട്ടയത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത സിനിമ നിങ്ങൾക്കറിയാം, ക്ലാസ്മേറ്റ്.
ആ സിനിമകളിലെ എല്ലാ പാട്ടുകളും അദ്ദേഹമാണ് രചിച്ചത്. നമുക്കറിയാം, അതിന് ഒരു എല്ലാ മനുഷ്യരിലും നൊസ്റ്റാൾജിക് ഫീലിംഗ് ഇറക്കിവിട്ട ആ സിനിമയിലെ അതിൻ്റെതായ ഭംഗിയില് ഈണം ഗാനങ്ങൾ രചിച്ച അദ്ദേഹമാണ്. ലോകത്തിന്റെ എല്ലാ ഇൻഡെക്സുകളിലും, വേൾഡ് എക്കോണമിക് ഇൻഡെക്സ്, വേൾഡ് ഹെൽത്ത് ഇൻഡെക്സ്, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്, അങ്ങനെ ഒരുപാട് ഇൻഡെക്സുകളുണ്ട്. ലോകത്തെ വേൾഡ് ബാങ്ക് ഇറക്കുന്നുണ്ട്, മറ്റു സംഘടനകൾ ഇറക്കുന്നുണ്ട്. ഇതിലെല്ലാം 1, 2, 3 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനമാണ് സ്വിറ്റ്സർലൻഡ്. ആ സ്വിറ്റ്സർലൻഡിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭർത്താവോടെ ജേർണലിസ്റ്റ് ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മകൻ അവിടെ, മാഡത്തിന്റെ മകൻ അവിടെ ഒരു മിനിസ്റ്ററോടെയാണ്. അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും സ്വിറ്റ്സർലൻഡിൽ ഉണ്ടായിട്ടും നമ്മുടെ സ്വന്തം നാടിനെ അത്ര മനോഹരം, അത്ര അതിരറ്റ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ആദ്യമായാണ് കാണുന്നത്. ഞാൻ മാഡത്തിനോട് ഈ കോട്ടയത്തെ മാധ്യമ പ്രവർത്തകരുടെയും എല്ലാവരുടെയും പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, അന്നമ്മ ചേച്ചിയുടെ എന്നാണെങ്കിൽ പ്രണയം, അതിനെ കുറിച്ചുള്ള പുസ്തകത്തിന്റെ പ്രകാശന കർമ്മത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. കോട്ടയത്തെ എസ് പി ആയി അത്ര വലിയൊരു അടുപ്പം ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് മനസ്സിലായി എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് മനസ്സിലായ കാര്യം പ്രഭാഷണത്തിലൂടെ അല്ലാതെയും ഞങ്ങൾ മികച്ച നല്ല സുഹൃത്തുക്കളായി, കുടുംബ സുഹൃത്തുക്കളായി മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അതിനേക്കാളും വലിയൊരു പ്രണയം എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തോടുണ്ടായിരുന്നു, ലോകത്തോടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം. മുൻപ് പ്രസംഗിച്ച ആൾക്കാരുടെ വാക്കിൽ നിന്ന് നമുക്ക് വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അത് ഈ പുസ്തകത്തിലുടനീളം എന്ന് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ വ്യാപിച്ചു കിടക്കുന്നത് വിവിധ ലേഖനങ്ങളിൽ നമുക്ക് കാണുന്നതാണെങ്കിൽ എങ്ങനെയാണ്, എന്താണ് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട്, തന്റെ സഹജീവികളോടുള്ള കാഴ്ചപ്പാട്. ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ട് പറയുന്നത് പറയുന്നത് സഹജീവികളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്ന കാര്യമാണെന്ന് നമുക്കറിയാം. ഒരു കുറ്റപ്പെടുത്തലുകൾ വരെ അതിലില്ല. എന്തുകൊണ്ട് നമ്മളിങ്ങനെയൊന്നും ആയാൽ പോരാ, നമ്മൾ വാങ്ങണം എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, നമ്മളെല്ലാവരും എന്ന് പറഞ്ഞെങ്കിൽ ചുറ്റുള്ള ആൾക്കാർ, ഞാൻ മാത്രമല്ല എന്ന് പറഞ്ഞെങ്കിൽ എല്ലാവർക്കും ആ ഉപയോഗയോ സ്നേഹവും എല്ലാം ഉള്ള പറയണെങ്കിൽ ആൾക്കാരായി ജീവിക്കട്ടെ എന്നുള്ളത് ആ സഹജീവികളോടുള്ള പ്രണയമാണെന്ന് പറഞ്ഞെങ്കിൽ കാണുന്നത്. ഗ്രന്ഥകർത്തൃയുടെ രൂപഭാവങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ പരിചയപ്പെടാൻ ശ്രമിച്ചത് ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അവരുടെ സംസാരം കേട്ടപ്പോഴാണ് എനിക്ക് ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചമ്മൽ തോന്നിയത്. കാരണം ദീർഘകാലം, പതിറ്റാണ്ടുകളോളം ഈ നാട്ടിൽ നിന്ന് മാറി വിദേശത്ത് ജീവിക്കുകയും സഞ്ചരിക്കുകയും വിദേശ രാജ്യത്തിന്റെ എല്ലാ മണ്ഡലങ്ങളും വ്യാപരിക്കുകയും ചെയ്തിട്ടും മലയാള ഭാഷയോട്, മലയാള സംസ്കാരത്തോട്, മലയാളിയുടെ ജീവിതത്തോട്, മലയാണ്മയോട് എല്ലാം വളരെ സത്യസന്ധമായും വൈകാരികമായും പ്രതികരിക്കാനും സംസാരിക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ പുസ്തകങ്ങൾ എഴുതാനും വരെ അവർക്ക് കഴിയുന്നു എന്നുള്ളത് നമ്മൾ മലയാളികളായ നമ്മളൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. കാരണം ഇന്നിപ്പോ മലയാള ഭാഷയെ കുറിച്ച്, മലയാള സംസ്കാരത്തെ കുറിച്ച്, മലയാളത്തിന്റെ ഗരിമയെ കുറിച്ചെല്ലാം വളരെയേറെ കോലാഹലങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്ന ഒരു കാലമാണ്. നവംബർ 1 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഐതിഹ്യങ്ങളുടെ പിറവി വന്നതിന് ശേഷം 2 ആഴ്ചയേ ആയിട്ടുള്ളൂ. ഇന്ന് മണ്ഡലകാലം തുടങ്ങുന്നു. നവംബർ 16 പത്രക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു
പത്രദിനമാണെന്ന്. ഇന്റർനാഷണൽ പ്രസ് ഡേ ആണ് നവംബർ 16. അങ്ങനെ പല രൂപത്തിൽ പല ഭാവത്തിൽ ശ്രദ്ധേയമായ ഒരു ദിവസമാണെന്ന്. ആ ദിവസം പ്രസിദ്ധീകരിക്കപ്പെടുന്ന പ്രകാശനം ചെയ്യപ്പെടുന്ന പുസ്തകം നമ്മുടെ മലയാളിയുടെ വർത്തമാനകാല ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക്, ജീവിതത്തിന്റെ സംഘർഷഭരിതമായ രംഗങ്ങളിലേക്ക്, ജീവിതത്തിന്റെ സന്നിഗ്ധതകളിലേക്കെല്ലാം പുറത്തു ജീവിച്ച ഒരു വ്യക്തി വെളിച്ചം വീശുന്ന തരത്തിൽ പുസ്തകം എഴുതിയിരിക്കുന്നു, ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നു, അത് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ ആശാവഹമായ കാര്യമാണ്. കാരണം നമ്മൾ പലരും, മലയാളികളായ പല ആളുകളും മലയാള ഭാഷയോട് കഴിയുന്നത്ര വിമുഖത കാട്ടുന്ന ഒരു സ്വഭാവം പൊതുവെ വരാറുണ്ട്. കാരണം നമുക്കെല്ലാം ഇംഗ്ലീഷിൽ 4 വാചകം പറഞ്ഞാൽ അതൊരു മിടുക്കായി കാണുന്ന ആളുകളാണ് പൊതുവെ മലയാളികൾ. പ്രത്യേകിച്ച് നമ്മൾ സർക്കാർ ഓഫീസുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, പാവപ്പെട്ട ആളുകൾ ചെന്ന് കഴിഞ്ഞാൽ, പാവപ്പെട്ട ആളുകളോട് സർക്കാർ ഓഫീസുകൾ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പൊതുവെ പുച്ഛമാണ്. എനിക്ക് എന്റെ ഈ ഇപ്പോഴത്തെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ജില്ലകളിലും കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ച് ഈ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തിയാണ് ഈ അപേക്ഷകൾ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോഴൊക്കെ ഉദ്യോഗസ്ഥന്മാര് ഈ ഒരു വിവരം ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ കൊടുക്കാതിരിക്കാം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഞങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങൾ ആരെങ്കിലും സെക്രട്ടേറിയറ്റിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു ഫയൽ, ഒരു കത്ത് അയച്ചു കഴിഞ്ഞാൽ, ഒരു അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ, ആ അപേക്ഷയിൽ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കുറിയിടുക എന്നുള്ളതാണ്. കുറിയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യചിഹ്നം ഇട്ടു, ഇതിങ്ങനെ കൊടുക്കാമോ, കൊടുക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഇത് കൊടുത്താൽ ഇങ്ങനെ കുഴപ്പമുണ്ടാവില്ലേ, അങ്ങനെ കുറിയിടുന്നതിലാണ് പൊതുവിൽ ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ ഒരു വൈഭവം പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഒരു മേഖല അതാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ടെക്നോളജിയുടെ സഹായത്തോടെ വരുന്ന പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും എങ്ങനെ മനുഷ്യ ജീവിതത്തെ വലിയ തോതിൽ കീഴ്പ്പെടുത്തുന്നു എന്നതിന്റെ ഉദാഹരണമായിട്ടാണ് കാണുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് 2020 തൊട്ടടുത്ത വർഷം അവർ പറഞ്ഞത് 26 ബില്യൺ ഡിവൈസസ് വിൽ ബി കണക്റ്റഡ് ടു 260 ബില്യൺ ആപ്ലിക്കേഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വലിയ തോതിൽ വിപ്ലവാത്മകമായ ഒരു രീതിയിലേക്ക് ലോകത്തെ ജനങ്ങളെ കൊണ്ടുപോവുകയാണ്. അവിടെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾക്കോ ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള സാമൂഹ്യ ജീവിത ക്രമങ്ങൾക്കോ ഒന്നും ഒരു തരത്തിലുള്ള നിയതാവസ്ഥയും ഇല്ലാതാകാൻ പോകുന്ന അതിഭീകരമായ ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ മണ്ണും നമ്മുടെ മനസ്സും അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും എല്ലാം വല്ലാണ്ട് മാറിപ്പോകുന്നത്. ഈ ഐ ആം ആൻ ഓർഗാനിക് ഫാമർ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഗ്രന്ഥകർത്തയ്ക്ക് ചോദിക്കേണ്ടി വരുന്നതുകൊണ്ടാണ്. നമ്മുടെ കുഞ്ഞിരാമൻ നായർ ഒരു കവിതയിൽ പറയുന്നുണ്ട്, മർത്യനും മൃഗവും ഈ വൃക്ഷവും നക്ഷത്രവും പട്ടുനൂലൊന്നിൽ കോർക്കപ്പെട്ടുള്ള മണികളാം, ക്ഷിപ്രമീ ചരാചരം ഒന്നാകെ തളർന്നുപോകും, ഈ പ്രപഞ്ചത്തിൻ ചോര ഞരമ്പൊന്നറുക്കുകയിൽ. മർത്യനും മൃഗവും വൃക്ഷവും ഇതെല്ലാം ഈ ഒരു പട്ടുനൂലിൽ കോർക്കപ്പെട്ടുള്ള മണികൾ പോലെയാണ്. എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായാൽ, എവിടെയെങ്കിലും ഒരു ചോർച്ചയുണ്ടായാൽ അത് ഈ പ്രപഞ്ചത്തിന്റെ താളം തന്നെ തകർത്ത് കളയും. കവികളെല്ലാം ദീർഘദർശികളാണ്, ക്രാന്തദർശികളാണെന്ന് പറയാനുള്ളത് വെറുതെയല്ല. ആ തരത്തിൽ നമ്മള് ഈ പുസ്തകത്തിൽ വിവിധ ലേഖനങ്ങളിൽ പ്രകടമാക്കുന്ന ജീവിതത്തെക്കുറിച്ച്, മനുഷ്യന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെക്കുറിച്ചുള്ള ആശങ്കകള്, സന്നിഗ്ധതകള്, കരുതലുകള് അതെല്ലാം കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും ഈ പുസ്തകം കൂടുതൽ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുക. അങ്ങനെ നമുക്ക് നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ഭാഷയെക്കുറിച്ച്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്, നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെക്കുറിച്ചെല്ലാം വളരെ നന്മ നിറഞ്ഞ ആശയങ്ങൾ, അനുഭവങ്ങൾ സ്വരൂപിച്ചെടുക്കാൻ കഴിയട്ടെ. അതിനുള്ള ഒരു ചെറിയ കൈത്തിരിയായി പുസ്തകം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായി ഞാൻ എന്നെ ഈ വേദിയിൽ ഇത്രയും മഹത് വ്യക്തികൾ, ഇത്രയും മഹത് ആശയങ്ങൾ പങ്കുവെച്ച ഓരോ പ്രസംഗവും അത്രയും ഇൻട്രസ്റ്റോടെയാണ് കേട്ടോണ്ടിരുന്നത്. അതിൽ ഓരോരുത്തരുടെയും വാക്കുകളിൽ അത്രയും എന്താ പറയാ ആശയവും സമൂഹത്തിനോടുള്ള സ്നേഹവും നല്ല നല്ല ആശയങ്ങളും പങ്കുവെക്കാൻ സാധിച്ചു.
അത്തരമൊരു വേദി പങ്കുവെക്കാൻ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച അരുണ ചേച്ചിയോട് ഞാൻ ആദ്യമായി എന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ വളരെ എളുപ്പമാണ്, അത് തന്നെ ബുദ്ധിമുട്ടാണ്. ഒരു വിഷയത്തെ കുറിച്ച് വളരെയധികം പഠിച്ച് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാനോ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാനോ സാധിക്കും. ഇപ്പൊ ചർച്ചകളുടെ കാലമാണല്ലോ, പിന്നെ എന്തിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. സോഷ്യൽ മീഡിയയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു 4 ആൾ കൂടിയത് ഒരു ചർച്ചയാണ്. അതേസമയം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ പ്രവർത്തിച്ചു കാണിക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അത് കൃഷി ആയിക്കോട്ടെ, നമ്മുടെ ജീവിത രീതി ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, അത് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സ്വയം അത് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വേറെ തലത്തിലുള്ള ഒരു. അപ്പൊ പകുതി ചർച്ച ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് തോന്നുന്നു അത് പ്രാവർത്തികമാക്കുന്ന റേഷ്യോ വളരെ കുറവാണ്. അതിന്റെ മുകളിലുള്ള തലമാണ് അത് ചെയ്ത ശേഷം അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക എന്ന് പറയുന്നത് അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ്. ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്, അതായത് മാധ്യമ പ്രവർത്തകർക്കൊക്കെ ഉടനെ ജോലിക്ക് കാരണം അതുകൊണ്ട് വളരെ ഹ്രസ്വമായി വേണമെങ്കിൽ ഞാൻ രേഖപ്പെടുത്താനെന്ന് ഞാൻ അപ്രകാരം ചെയ്തുകൊള്ളാം. ആദ്യമായി ഞാനിവിടെ നിൽക്കുന്നത് തന്നെ അന്നമ്മ ചേച്ചി എൻ്റെ കോ-ബ്രദറിന്റെ സിസ്റ്ററിന്റെ മോളാണ്. ആ ബന്ധവും പിന്നെ കുടുംബ ബന്ധവും പിന്നെ സ്നേഹബന്ധവും അത് ആണ് ഞാനിവിടെ നിൽക്കാൻ കാരണം. എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ചില നിർണായക ഘട്ടങ്ങളിലൊക്കെ അന്നമ്മ ചേച്ചി താങ്ങും തണലുമായിട്ട് നിന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യ ആലീസ് ഞങ്ങൾ കുറച്ചു കാലം സ്വിറ്റ്സർലൻഡിൽ ജോലി ചെയ്യാൻ അവസരം കിട്ടി. ആ അവസരം തന്നെ അന്നമ്മ ചേച്ചിയും ഭർത്താവ് അന്തരിച്ച ഹാൻസും കൂടിയാണ് ഉണ്ടാക്കി തന്നത്. അതിനും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ആദ്യമായി ഈ ചടങ്ങിന് പ്രൗഢഗംഭീരമായി ഈ ചടങ്ങിന് എത്തുകയും അന്നമ്മ ചേച്ചിയുടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുകയും ചെയ്ത വയലാർ ശരത്ചന്ദ്ര വർമ്മയ്ക്ക് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വയലാർ രാമവർമ്മയും വയലാർ ശരത്ചന്ദ്ര വർമ്മയും നമ്മുടെ പ്രിയങ്കരനായ ദിനേശ് സാറിനും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി നിർമ്മല മാമിനും ഇവിടെ വന്ന് ഈ പുസ്തക പ്രകാശനം പുസ്തക എഴുതിയ സാറിനും നിർമ്മല മാമിനെ വിവരാവകാശ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ വിവരമുള്ള ഒരാൾ തന്നെയായിരിക്കും. അതെനിക്കിപ്പം മനസ്സിലായി, കാരണം ഒരു നിഘണ്ടു തന്നെയാണ് ഇത്രയും വിവരം ഇതെങ്ങനെ ശേഖരിച്ചു വെക്കുന്നതെന്ന് എനിക്കറിയില്ല. സാറിന് പ്രത്യേകം നന്ദിയായിരിക്കും. നമ്മുടെ പ്രസ് ക്ലബ് സെക്രട്ടറി ജോസഫ് സെബാസ്റ്റ്യൻ, അദ്ദേഹം കോട്ടയത്തിന്റെ ചലനങ്ങളെല്ലാം അറിയാവുന്ന വ്യക്തിയാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷം വഹിച്ച അദ്ദേഹത്തിന് നന്ദിയായിരുന്നു. ഈ പുസ്തകപ്രകാശനത്തിന് വേണ്ട എല്ലാ എഡിറ്റ് ചെയ്യാനും അതിനുള്ള മറ്റ് എല്ലാം ചെയ്തു കൊടുത്ത നമ്മുടെ പ്രൊഫസർ രാജീവ് ആനിക്കാട്ടിനെ ഞാൻ മുന്നിലായിരുന്നു. ഇതുകൂടാതെ ഇവിടെ സദസ്സിൽ എത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് ഈപ്പൻ മത്തായി ആൻഡ് ഫാമിലി, പ്രശസ്ത കവിയായ ആനിക്കാട് ഗോപിനാഥ്, ഫാദർ ടെഡി കാഞ്ഞിപ്പറമ്പിൽ, ഫാദർ മാത്യു നടുവൂർ, അച്ഛൻ തുടങ്ങിയവർക്ക് ഞാൻ നന്ദി രേഖപ്പെട്ടിരുന്നു. ഈ പ്രോഗ്രാം കമ്പയർ ചെയ്ത BCM കോളേജിൽ വിദ്യാർത്ഥിനികളായ മിസ് അരുണിമ ആൻഡ് മിസ് സാനികയ്ക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റ് മാധ്യമ പ്രവർത്തകരെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി ഞാൻ